നല്ല ഒരു 4-26 നാൾ നല്ല നിലയ്ക്ക് സ്വീകരിച്ച് ഉജ്ജ്വലമായ മനോഭാവവും ഉജ്ജ്വലമായ പ്രതികരണവും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു റസൂലിനെ ചുറ്റും സ്വർഗത്തിൽ 8 വായുണ്ട്. ലോകത്തിലെ ഖുർആനിൽ ഇങ്ങനെ എന്തെങ്കിലും ഓർമ്മ കിട്ടും. ഇമാം ബുഖാരി റിവായത്താക്കിയ ഹദീസിൽ ഇന്നഫിൽ ജന്നത്തി സമാനിയത അബ്വാബ്, സ്വർഗ്ഗത്തിൽ 8 വായുണ്ട്. അതിൽ ഒരു വായിലിൻ്റെ പേര്, ഡോറിൻ്റെ പേര് റയ്യാൻ. റയ്യാൻ നോമ്പുകാർ മാത്രം കിടക്കും. മസാലിമാമേഖല കേവലം നോമ്പ് കഴിഞ്ഞാൽ ഒരു നോമ്പാക്കി മാറ്റത്തില്ല, നോമ്പിൽ പുതിയൊരു ജീവനാക്കി മാറ്റും. അത് പണ്ടിന് പോണത്തിങ്ങൾക്കും അത് ജവാബാവും അയാൾ ജീവനത്തിൽ ആ നോമ്പ്. അപ്പൊ നോമ്പിന് ചില കൂലി നോമ്പല്ലാതെ നാളുകൾ കിട്ടും. ഈ നോമ്പോട് ലാഭാക്കി കൊടുത്തു. അതിൻ്റെ പ്രതികരണങ്ങളിലേക്ക് എപ്പം നോമ്പ് കണ്ടു അവന് പ്രവർത്തി നമുക്ക്. അപ്പൊ ഈ നോമ്പെന്ന് കണക്കിന് ബായിന്റെ പേര് റയ്യാൻ. റയ്യാൻ ബായിൽ കൂടി കിടക്കും. പിന്നെ ഒരു ഡോറിന്റെ പേര് കണ്ട് ബാബു സലാത്ത്. നിഷ്ഠാവന്തരായ നല്ല മനുഷ്യൻ നിഷ്ഠ. ടോട്ടലി പള്ളിയുടേക്കും ഫാമിലി നിസ്കരിക്കുന്നേക്കും സമാജം നിസ്കരിക്കുന്നേക്കും ഞങ്ങളെ ഓർഗനൈസേഷൻ നിസ്കരിക്കുന്നേക്കല്ല നിസ്കാരമാണ്. അല്ല എവിടെയുണ്ടോ അല്ല ഉള്ളിടത്തോ ഞാൻ എവിടെയുണ്ടോ അവിടെ നിസ്കരിക്കും. എൻ്റെ പേര് ബാബു സലാം, ഞങ്ങളുടെ പേര് ബാബു സിയാം, എൻ്റെ ബാബു റയ്യാൻ, ബാബുൽ ഹജ്ജ്, ബാബു സദഖ, ബാബുൽ ബിർ, ബാബുൽ കാളിമീനൽ ഗൈദ്. അർശത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബാബു വെച്ചിരുന്നു. الذين ينفقون في السراء والضراء والكاظمين الغيظ. അർശത്തെ കൺട്രോൾ, അർശമില്ലാത്ത അടിയില്ല. അതുകൊണ്ട് അർശത്തെ അർശമാക്കിയിട്ടുണ്ടാവും. അത് പേര് കാളിമീൻ ഏറിയപ്പം സിദ്ധിയിലൊക്കെ കേട്ടിട്ട് ഈ 8ലും വെൽക്കം ചെയ്യേണ്ട ഒരാൾ ആരെങ്കിലും ഉണ്ടാവും. 8ലും ഇതിൽ പറയാനില്ല. നോമ്പെന്ന് റയ്യാനിൽ മാത്രം നല്ല നോമ്പുകാരൻ, ബാക്കി എല്ലാത്തിലും വീക്ക്നെസ് ഉണ്ട്. അങ്ങനെ റയ്യാനിൽ മാത്രം പ്രവേശിച്ചു. ബാക്കി ഡോറിലും എനിക്കിതിലും പറയാം, എനിക്ക് അതിലും പോകാം, എനിക്കെല്ലാ ചൊല്ലില്ല. അതുപോലെ സ്വർഗത്തിൽ 8 വായിൽ പ്രവേശിക്കുന്ന ആളുകൾ വളരെ സുഖം ചിരിച്ചിരുന്നു. അബൂബക്കർ അർജു അന്തദുഖൽക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് 8 വായിൽ കിടക്കാറുണ്ട്. നല്ല ആഗ്രഹം മാത്രമാണ്. അള്ളാഹുവിൻ്റെ വിധിയുണ്ട്, അള്ളാഹിൻ്റെ ഓർഡർ ഉണ്ട്. കാരണം ഓടിച്ച് എല്ലാ പണിയിലും മുങ്കങ്ങനെ അതിലെ മുങ്ങുള്ളൂ സാബിത്ത് നിയമം. എവിടെ അനാഥ മയ്യത്തുണ്ടെങ്കിൽ അതിനെ പിടിച്ച് കൊഞ്ചിരിട്ട് വേണ്ടയോട് കൊണ്ടുപോയാൽ എല്ലാത്തിലും സോഷ്യൽ വർക്കരോടായി വേദികളല്ല. അതിന് എന്തെങ്കിലും വിളിച്ചില്ല, ഔദിച്ച് കരയാവുന്ന എന്തോ ആക്കട്ടെ, ഞാൻ അന്നാലാക്കി എന്നെ വിളിക്കട്ടെ, പ്രസിഡന്റ് ആക്കട്ടെ, സെക്രട്ടറി ആക്കട്ടെ, ആക്കാട് കൊടുത്തു. ഈ മനോഭാവനമുള്ള സുബൈൻ നബി കേട്ടു. എൻ്റെ ഇന്നലെ ജാവോ ഒരാൾ മരണപ്പെട്ടല്ലേ സഹാബത്താലെ എത്തിയിട്ടാണ്. ചെറിയ വ്യത്യാസം അവിടെ എത്തി. ചില സഹാബത്തെ കൂട്ടിയൊക്കെ അവിടെ പേരുടെ പണിയിലെടുത്ത് അവിടെ ആളുണ്ട്, ആൾമാരോട് ശ്രദ്ധ പിടിച്ചിങ്ങനെ ആ കൊടു തന്നെ ആവശ്യത്തിന് കാശത് കൊടുത്തു പിടിച്ചു പോയി. വിശപ്പുള്ളവരുടെ ദരിദ്ര ഔദ്യോ അയാളെത്തി അവിടെ വേണ്ട അവസ്ഥ ഉണ്ടാക്കി. ഇങ്ങനെ പലതും. ഇപ്പൊ 8 വായിൽ കിടക്കേണ്ട ആളുണ്ട് കേട്ടപ്പോ അർജോ മിക്കും നല്ല പ്യാര നിയമ എത്തിക്കോ ചൊല്ലെങ്കിൽ ശരി തമാശ
സിദ്ദീഖ് മോനെ കെട്ടിൻ്റെ പേരിൽ കാക്ക കന്നി കെട്ടിട്ടു വന്നു. കാരണം മുണ്ടൊരാൾ അത് പണ്ടജ്മിയോ അല്ലാഹു എന്ന സൂറത്തുന്നുണ്ട്. മനുഷ്യന് وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة. നുതുക്കിന് പൽക്ക് ഒരു പൽക്ക് പോലും ധാർമ്മിക രംഗത്ത് പൽക്ക് പറയുമ്പോൾ അക്ഷര പോലും അപ്പുറത്തില്ല വഴിയടിസ്ഥാനത്തിൽ. അപ്പം അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്കും ഏറല്ലെങ്കിലും അഞ്ചല്ലെങ്കിലും ഒരുപായിരം കിട്ടില്ലെങ്കിൽ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ റമദാനെ ഒരു സ്റ്റഡിയാക്കുന്നതാണ്, ജീവനത്തെ സ്റ്റഡിയാക്കുന്നതാണ്, വർഗത്തെ കൺട്രോളാക്കുന്നതാണ്. കേൾവി, കാഴ്ച, ചിന്തന മണ്ഡലം എല്ലാം ഒരു കൺട്രോൾ കൊണ്ടുപോകേണ്ടതാണ്. ഇതിന് പ്രതിഫലം ഇൻഷാ അല്ലാഹ് പോണത്തിങ്ങനെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തൗഫീഖ് മാത്രമല്ല, തൗഫീഖ് എല്ലാത്തിനും അതിന് പ്രോത്സാഹനം തൗഫീഖിന് ഒന്നൊന്ന് പുഷ് ആക്കിയില്ലെങ്കിലും അവിടെ വായിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ജാവും തറാവീഹ് കൂട്ടത്തിന് മുകളിൽ നിസ്കരിക്കപ്പെടും. അതാണ് അതിൽ സ്റ്റാർട്ടിലെ ഉദാസീനം. നിങ്ങൾ എത്രത്തോളം ഉദാസീനത്തെ ആക്കണ്ട. അത് ഈ തറാവിക്ക് വേണ്ടിയല്ല. ബുഖാരി ഹദീസ് ഇന്നല്ലാഹ ലാ യമില്ലു ഹത്താ തമല്ലു. നീ ഉദാസീനാക്കിയതാകുമ്പോൾ അള്ളാഹ് കൂലി തരണം. ഉദാസീനാക്കില്ല, ഉദാസീനത്താക്കില്ല. കേരളസ് അവർക്ക് 8 മണിയാവോ 6 മണിയാവോ 7 മണി ഒരു കൃപ വേണം. അതിൽ ഇത് അള്ളാഹു ഒരിക്കലും മടിയനല്ല. മടിയനല്ല ലേസിനെസ് അല്ലേ. എത്രത്തോളം നിങ്ങൾ ലേസിനെസ്സാണ്, അപ്പം അല്ല ലേസിനെസ്. ഇത് കൊല്ലം സവാബില്ല, ആഫിയത്തില്ല, ആരോഗ്യമില്ല, സംരക്ഷണം ഏകസായി അങ്ങനത്തെ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കുന്നു. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ജാവത്തോളം ഈ ചിന്ത ഇതിലെ ബാക്കി ഭാഗമുണ്ട്. വേറെ അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് ഫസ്റ്റ് പ്രദാനം ചെയ്യും. ആ റിക്വസ്റ്റ് ഓർഡർ അല്ലാഹു നമുക്ക് ആഫിയത്ത്, ആരോഗ്യം, അതുപോലെ ആ ധാർമ്മിക രംഗത്തുള്ള പ്രവൃത്തികളുടെ ആ നല്ല എനർജി നമുക്ക് അല്ലാഹു ഉണ്ടാക്കി തരണം. അല്ലാഹു നമ്മളെല്ലാവരെയും തൗഫീഖ്. വലിയ നല്ല മജ്ലിസുകൾ സുബഹിക്ക് നമാസിൽ മുതലേ ഹമീദാക്ക് കൊണ്ട് ഖുർആനോതും അതുപോലെ നല്ല ചിന്തയുള്ള പല ആളും നാളെ നാട്ടിലുള്ള. അതുകൊണ്ട് അത് ചെറിയ വിഷയമാണ്. അപ്പോൾ എല്ലാവർക്കും ആഫിയത്ത് കണ്ടു. ആഫിയത്ത് വരും. നല്ല ചൂട്, അത് ഉച്ചയ്ക്ക് മറിയാക്കി നല്ല ചൂട്, സഹിക്ക തീരാത്ത ചൂട്. അതിൽ നമ്മൾ ഡോക്ടർമാർ വലിയ ചേച്ചിനൊക്കെ കെലിക്കറ്റിൻ്റെ ചേച്ചിനെ എങ്ങനെ ഈ പോണാൽ എങ്ങനെ സഹിക്കുന്നത്. അതുപോലെ തന്നെ മൂത്രരോഗ, ആരോഗ, ദേവശൂലങ്ങളെല്ലാം എങ്ങനെ കണ്ടുള്ളാക്കുന്ന എത്ര സമയത്താണ് ഭക്ഷണം വേണം. മുസ്ലിംകാർക്ക് മുസ്തഫയുണ്ട്, മുസ്ലിം വേണം. അതില്ലെങ്കിൽ ആർക്കിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ തണ്ണി ഒഴിക്കുന്നത്, ചായ ഒഴിക്കുന്നത്, സർവത്ത് ഒഴിക്കുന്നത്, തറാവി കല്യാണം കഴിഞ്ഞെങ്കിൽ ഇത് നഷ്ടപ്പെടുമ്പോൾ പകലുള്ള അവസ്ഥ വേണ്ടാത്ത ജോറാണ്. കല്ലാൻ്റെ സുഖത്താക്കി അതുകൊണ്ട് ഒരു മുസ്ലിമായിട്ടോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തക്കബ്ബുറില്ല. അവൻ തന്നെ ഈ ജ്ഞാനത്തെ രണ്ട് കയ്യിൽ സ്വീകരിച്ച് അവൻ്റെ തലവർക്ക് വേണ്ടി ലോകത്ത്
ലോകത്തിൽ ഒരാളെ മുതൽ പട്ടിണിയായി മരിച്ചു പോയെങ്കിലും തലമുറപ്പാകാതെ കാണുന്നവരും ഒരമലയും ഞങ്ങളെ നേത അല്ലെങ്കിൽ ഞങ്ങളെ റബ്ബാക്കാത്ത ഞങ്ങളുടെ ഒരേ ഒരു റബ്ബും ആകാശത്തിൽ പഠിച്ചത് ഇത്രയും ഞങ്ങളെ മണക്കത്ത് അങ്ങനെ എവിടെ സ്വത്ത് പോയി അവന് സോപ്പാട്ടിയാണ് എന്ത് പഠിക്കണം. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെല്ലാവരും സലാമത്താക്കട്ടെ. അവൻ തന്നെ ഈ പ്രധാനപ്പെട്ട റമദാന്റെ ഇപ്പോൾ അത് നിർവഹിച്ച് ചന്തത്തിൽ ജീവിച്ച് ആവശ്യമെന്ന വർമ്മമാണ് പ്രതിപാദത്തിൽ നല്ല വേറെ വിഷയം എല്ലാ ആവശ്യവും ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه